റഹീം എന്ന ആയത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആയത്തായ അർ-റഹ്മാനിർ റഹീം ഈ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് റഹ്മാൻ റഹീം എന്നത് അല്ലാഹുവിന്റെ ഇസ്മാണ്, അസ്മാഉൽ ഹുസ്ന. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം. അസ്മാഉൽ ഹുസ്ന നമ്മൾ കാണാതെ പഠിക്കണം. പറ്റുമെങ്കിൽ 5 വക്ത നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു ദിവസം ഉറങ്ങുന്നതിനും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരാണ്. ആ അസ്മാഉൽ ഹുസ്ന ഹൃദയസ്ഥമാക്കിയ ദഖലൽ ജന്ന, സ്വർഗപ്രവേശനം അല്ലാഹു നമ്മെല്ലാവരും സ്വർഗത്തിൽ വിളിച്ചു കൊണ്ടുവരുമാറാവട്ടെ. കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം, എപ്പോഴും കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കണം. ദുആയിലൂടെ അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ആ അസ്മാഉൽ ഹുസ്നയിലെ യാ അല്ലാഹ്, അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മു കഴിഞ്ഞാൽ യാ റഹ്മാൻ യാ റഹീം, അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ടതാണ് റഹ്മാൻ റഹീം. റഹ്മാൻ എന്നതിനും റഹീം എന്നതിനും ഭാഷാ അർത്ഥപ്രകാരം കരുണ ചെയ്യുന്നവൻ അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യുന്നവൻ, കാരുണ്യം ചെയ്യുന്നവൻ എന്നതൊക്കെയാണ് നമുക്ക് ഡിക്ഷണറി വെച്ച് നോക്കിയാൽ യഥാർത്ഥത്തിലുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നത്, അതിന്റെ അർത്ഥം കിട്ടുന്നത്. എന്നാൽ മുഫസ്സിറുകൾ പറയുന്നത് റഹീം എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തി കൂടുതലാണ് റഹ്മാൻ എന്ന ഇസ്മിന്. അതിന്റെ തെളിവെന്താണ്? സിയാദത്തുൽ ബിനാഇ തദുല്ലു അലാ സിയാദത്തുൽ മഅന. അക്ഷരം വർദ്ധിക്കുമ്പോൾ അർത്ഥത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കും. റഹ്മാൻ റാ ഹാ മീമിനെ നീട്ടാൻ ഒരു അലിഫ്, അപ്പോൾ മീമിനെ നീട്ടാനുള്ള അലിഫ് നൂൻ 5 അക്ഷരമാണ്. റഹീം എന്നെടുത്ത് നോക്കൂ, റാ ഹാ ഹായിനെ നീട്ടാൻ യാ മീം 4 അക്ഷരമേ റഹീമിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റഹീമിനേക്കാൾ ഒന്നുകൂടെ അർത്ഥവ്യാപ്തി റഹ്മാൻ എന്നതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ അർത്ഥം പറയാറുള്ളത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അല്ലാഹുവിനെ അനുസരിക്കാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹ്, ഇതാണ് റഹ്മാൻ എന്നതിന്റെ അർത്ഥം. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ ഈ ലോകത്ത് അല്ലാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പാരത്രിക ലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹ്, ഇതാണ് റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം. റഹ്മാനും റഹീമും തമ്മിൽ നമ്മൾ ഒരുപാട് ഒന്ന് വേർതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാൽ ദുനിയാവിൽ അല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല അല്ലാഹു വായു കൊടുക്കുന്നത്. വിശ്വസിക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്, വിശ്വസിക്കാത്തവർക്കും കൊടുക്കുന്നുണ്ട്. വെളിച്ചം കൊടുക്കുന്നു, വിശ്വസിച്ചവർക്കും കൊടുക്കുന്നു, വിശ്വസിക്കാത്തവർക്കും കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, ആരോഗ്യം കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു. ഇത് വിശ്വസിച്ചവർക്കും കൊടുക്കുന്നു, വിശ്വസിക്കാത്തവർക്കും കൊടുക്കുന്നു. ഒരു നേരം നിസ്കരിക്കാത്തവനും അല്ലാഹു കോടീശ്വരനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും അനുഗ്രഹം ചെയ്യുന്ന അല്ലാഹ്. എന്നാൽ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം പാരത്രിക ലോകത്ത് അനുഗ്രഹം ചെയ്യുന്നവനായ അല്ലാഹ്, പാരത്രിക ലോകത്ത് അല്ലാഹുവിനെ വിശ്വസിച്ചവർക്ക് മാത്രമാണ് അല്ലാഹു തയ്യാർ ചെയ്ത സ്വർഗമുള്ളത്. ഇവിടെ എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും ഏത് രാജ്യത്തെ അടക്കി ഭരിച്ചവനാണെങ്കിലും നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ
അവന്റെ വിശ്വാസം റെഡിയാണോ, അവന്റെ കർമ്മം റെഡിയാണോ, അവർക്ക് മാത്രമാണ് മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ള സ്വർഗ്ഗമുള്ളത്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ വിശ്വാസം നീ ക്ലിയറാക്കി തരണേ അല്ലാഹ്, ഇബാദത്തുകൾ ക്ലിയറാക്കി തരണേ അല്ലാഹ്. എല്ലാം റെഡിയാക്കിയാണ് ആഖിറത്തിൽ ഞങ്ങളെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സൂറത്തുൽ ഇസ്റായിൽ അല്ലാഹു തആല പറയുന്നു, ഓരോരുത്തരും അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ആ അനുഗ്രഹം അല്ലാഹു നൽകും. ചിലപ്പോൾ അതിൽ ഏറ്റ വ്യത്യാസമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ അധ്വാനിക്കുന്നത് അത് അല്ലാഹു നൽകും. ആ ആശയം കുറിക്കുന്ന ആയത്താണ് സൂറത്തുൽ ഇസ്റായിലെ 18ാമത്തെ ആയത്ത്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. വല്ലവനും ഇപ്പോൾ തന്നെ കിട്ടുന്ന ദുനിയാവ്, ആഖിറം പിന്നെയാണ്, ആ ദുനിയാവിലെ റഹ്മത്ത് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അവന് ആ ദുനിയാവിൽ വെച്ച് തന്നെ നാം പെട്ടെന്ന് നൽകും. നമ്മൾ ഉദ്ദേശിച്ചവർക്ക് നൽകും. അതാണ് മാ നശാഉ ലിമൻ നുരീദ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചവർക്ക് നൽകും. അതിൽ ചിലപ്പോൾ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. രണ്ടുപേര് ഒരു വയലിൽ കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു വയലിനെ ഭാഗിച്ച് ഒരു ഭാഗത്ത് നിങ്ങൾ കൃഷി ചെയ്തു, ഒരു ഭാഗത്ത് നിങ്ങളും കൃഷി ചെയ്തു. അങ്ങനെ കൃഷി ചെയ്തു. ചിലപ്പോൾ അല്ലാഹു നിശ്ചയിച്ചത് പ്രകാരം ആ കൃഷി ചെയ്തതിൽ മുഴുവനും ഒരാൾക്ക് വിളവ് കിട്ടിയേക്കാം. അപ്പുറത്തുള്ള ആൾക്കോ മുഴുവനായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഭാഗികമായിരിക്കാം, ചിലപ്പോൾ പകുതിയായിരിക്കാം, ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരാം. അത് അല്ലാഹു നിശ്ചയിച്ചത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും എന്നതാണ്. മാ നശാഉ ലിമൻ നുരീദ്. അല്ലാഹുവിന്റെ ഉദ്ദേശം, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഉദ്ദേശിച്ചത് നൽകും. അപ്പൊ അതിൽ ചിലപ്പോൾ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അധ്വാനിച്ചാലേ കിട്ടൂ, അധ്വാനിക്കണം. കിട്ടുന്നതിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. അത് പൊതു നിയമമാണ്. ചിലപ്പോൾ കൃഷി ചെയ്താൽ എല്ലാവർക്കും എല്ലതും കിട്ടിയേക്കാം, ചിലപ്പോൾ തീരെ കിട്ടിയിട്ടുണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ വരാം. എന്നാലും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അള്ളാഹു നൽകുക. എന്നിട്ട് സൂറത്തുൽ ഇസ്റായിലെ 18ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ثم جعلنا له جهنم يصلاها مذموما مدحورا. എന്നാൽ വെറും ദുനിയാവ് മാത്രം മോഹിക്കുന്നവന് നാം ഉദ്ദേശിച്ചവർക്ക് ദുനിയാവിൽ വെച്ച് നൽകുമെങ്കിലും ثم جعلنا له جهنم, പിന്നീട് അവന് നാം നരകം നൽകുന്നതാണ്. ആ നരകത്തിലോ അവൻ ഈ ദുനിയാവിൽ കിട്ടണം എന്ന് കരുതിയിട്ട് ഓടിപ്പാഞ്ഞ് നടന്നതാണ്. ആഖിറം അവന് ചിന്തിച്ചിട്ടില്ല. എന്റെ നിസ്കാരം ഖളാകുമെന്ന ബോധം അവനില്ല. ഖുർആൻ പാരായണം കൃത്യമായി ഇല്ല, ദിക്റില്ല, ഖുർആൻ ഓതില്ല. എന്ത് തന്നെ വിശ്വസിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഈ രൂപത്തിൽ അവൻ ജീവിക്കുകയാണോ? ദുനിയാവിൽ അവന് കൊടുത്തേക്കാം. പിന്നെ അവന് ആഖിറത്തിൽ വെച്ച് നൽകുന്നത് നരകാഗ്നിയാണ്. അവന് നാം നരകം നൽകുന്നതാണ്. ആ നരകത്തിലോ നീചനും നികൃഷ്ടനുമായ നിലയിൽ കത്തിയെരിയുന്നതാണ്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്
വെറും ദുനിയാവ് മാത്രം ഉണ്ടാകണം എന്ന ചിന്ത മാറ്റണേ. ആഖിറത്തിൽ വിജയിക്കണമെന്ന ചിന്ത ഉണ്ടാകണേ. കാരണം അതുകൊണ്ടല്ലേ മഹാന്മാര് ചിന്തിച്ചത് ആഖിറം മാത്രം മതി എന്നവർ ചിന്തിക്കുകയാണ്. എന്നാൽ പരലോകത്തെ റഹ്മത്ത് ഒരാൾ ഉദ്ദേശിക്കുകയാണ്. സൂറത്തുൽ ഇസ്രാഈലിന്റെ 18-ാമത്തെ ആയത്ത് കഴിഞ്ഞ് 19-ാമത്തെ ആയത്ത് പ്രവേശിക്കുന്നത് ഇങ്ങനെയാണ്: വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ. എന്നാൽ പരലോകത്തെ റഹ്മത്താണ് ഒരാൾ ആഗ്രഹിച്ചത് എങ്കിൽ, ആഖിറം മാത്രമാണ് ഒരാൾ ഉദ്ദേശിച്ചത് എങ്കിൽ അതിനു വേണ്ടിയുള്ള അധ്വാനം അവൻ നടത്തുകയും ചെയ്തു. കൃത്യമായി നിസ്കരിക്കുന്നു. ആ നിസ്കാരം ബാങ്ക് കൊടുത്താൽ പിന്നെ നിസ്കരിക്കാം എന്ന് ഇബ്ലീസ് വന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് അവനിങ്ങനെ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കും. കുറച്ചും കൂടെ സമയമുണ്ടല്ലോ. പക്ഷേ അവൻ ബുദ്ധിയുള്ളവരാണ്. എന്നെ ഇബ്ലീസ് പിഴപ്പിക്കുകയാണ്. ഓടാ, നിന്റെ ഈ മന്ത്രത്തിൽ ഞാൻ വീഴൂല, ഞാൻ ഉടുക്കും, ഞാൻ നിസ്കരിക്കും എന്ന ചിന്തയോടുകൂടെ കൃത്യമായി അവ്വൽ വക്തിൽ തന്നെ അവൻ നിസ്കരിക്കുന്നു, കൃത്യമായ നോമ്പനുഷ്ഠിക്കുന്നു. സകാത്ത് അത് വാർഷികത്തിൽ അവൻ അതിന്റെ ഓരോ വരുമാനവും എടുത്തു നോക്കിയിട്ട് കച്ചവടത്തിന്റെ സകാത്താണോ അത് കൊടുത്തു വീട്ടുന്നു, സമ്പത്തിന്റെ സകാത്താണോ അത് കൊടുത്തു വീട്ടുന്നു. എല്ലാ സകാത്തുകളും ക്ലിയറാണ്. സമ്പത്തുണ്ടോ? എല്ലാം കൊണ്ടും ക്ലിയറാണോ? ഹജ്ജിന് എല്ലാ വിധത്തിലും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാത്തവർ എത്ര പേരുണ്ട്? പക്ഷേ ഹജ്ജിന് വേണ്ടി എല്ലാ സൗകര്യവും കൊടുത്തു. ഇനി ഞാൻ ഹജ്ജ് ചെയ്യാതെ മറ്റു പണിക്കില്ല, മറ്റു ബിസിനസ്സിനില്ല, എല്ലാം ചിന്തിച്ച് ഹജ്ജിന് ഇറങ്ങിയവർ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ആഖിറം മാത്രം ഖൽബിൽ ഉദ്ദേശിച്ചവന് വഹുവ മുഅ്മിൻ, അവന്റെ വിശ്വാസം കൂടെ വിശ്വാസം ക്ലിയറാവണം. അല്ലാതെ വിശ്വസിക്കുന്നില്ല, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഒരു കാര്യവുമില്ല. അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ക്ലിയറാണ്. അത്തരം ആളുകളുണ്ടല്ലോ, ആഖിറം മാത്രം ഉദ്ദേശിച്ചവർ, ആഖിറം മാത്രം ഉദ്ദേശിച്ച ആളുകൾ, അവരുടെ അധ്വാനം അല്ലാഹു തആല പറയുന്നു, അവരുടെ അധ്വാനം അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതാണ്. അവരാണ് ബുദ്ധിയുള്ളവർ. അതോടൊപ്പം ദുനിയാവും വേണം റബ്ബേ, ആഖിറവും വേണം റബ്ബേ, അതും ബുദ്ധിയുള്ളവര് തന്നെയാണ്. ദുനിയാവ് മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയില്ലാത്തവരുടെ സ്വഭാവമാണ്. കാരണം നശ്വരമായ ദുനിയാവിൽ അത് മുഴുവനും തീർന്നു പോകുമല്ലോ, ആഖിറത്തിൽ ഒന്നുമില്ലല്ലോ. നേരെ മറിച്ച് ദുനിയാവ് മാത്രം മതി ബുദ്ധിയുള്ളവരുടെ ചിന്തയാണ്. ദുനിയാവും ആഖിറവും വേണം, അതും ബുദ്ധിയുള്ളവരുടെ ചിന്തയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദുആആണല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. പഠിച്ചോനെ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ അല്ലാഹ്, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപ്പൊ ദുനിയാവിൽ ജീവിക്കുന്ന നമുക്ക് ഹസനത്ത് കിട്ടണം, നന്മ കിട്ടണം. കാരണം നന്മ കിട്ടിയിട്ടില്ലെങ്കിലോ, നമുക്ക് ദുനിയാവിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ നല്ല ആഫിയത്ത് വേണം, നല്ല സൗഖ്യമുണ്ടാവുക. അത് ദുനിയാവിലുള്ള നന്മയാണ്. നമുക്ക് ഇബാദത്ത് എടുക്കണമെങ്കിൽ, മഈശത്തിന് വേണ്ടി അധ്വാനിക്കണമെങ്കിൽ നല്ല ആഫിയത്ത് വേണം. അല്ലാഹു നമുക്കൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി നൽകുമാറാവട്ടെ. നമുക്ക് ദുനിയാവിൽ സമ്പത്ത് വേണം. ആവശ്യമായ സമ്പത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫഖീറായില്ലേ. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെയുണ്ടോ നമ്മുടെ സമ്പത്തിന് വില? സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെയും രോഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയാണ് ഓരോരുത്തരും കണ്ണീരൊഴിക്കുന്നത്. 8 ദിവസം മുമ്പ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി.
അദ്ദേഹം ഒരു പൊടിമില്ലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നു. പിന്നെ ജോലി കയറാൻ വിദേശത്തേക്ക് പോകാൻ ഒരു മാർഗവും ഇല്ല. വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിദേശത്തേക്ക് കേട്ടുപോയില്ലല്ലോ, ജോലിയും ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം ഒരു പൊടിമില്ലിൽ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കാല് വെച്ചു കുത്തുകയാണ്. ഒരു സബബാണ്. ആ ഇരുമ്പിന്റെ ഒരു സ്ക്രൂ അത് വെച്ചു കുത്തിയപ്പോൾ രക്തം നിൽക്കുന്നില്ല, മുറി മാറുന്നില്ല. ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ മുഴുവനും പരിശോധിച്ചിട്ടും മാറുന്നില്ല. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു, അത് നിങ്ങളുടെ കാലിന്റെ ഞരമ്പിന് രക്തം ബ്ലോക്ക് ആയതുകൊണ്ടാണ്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം. അവസാനം അദ്ദേഹം എന്ത് ചെയ്യും? ഓരോ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ പറയുന്നത് 1.25 2.25 ലക്ഷം രൂപ ഇതിനു വേണ്ടി വരും. അവസാനം അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, മുക്കം KMTC-യിൽ പോയാൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെയും എത്തി. അങ്ങനെ എത്തിയതിനു ശേഷം ഓപ്പറേഷൻ 45 മിനിറ്റ് എടുത്ത് അദ്ദേഹം ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹത്തിന്റെ കാലിന്റെ തുടയിലൂടെ അത് കയറ്റി അതിങ്ങനെ മെല്ലെ മെല്ലെ കാലിന്റെ ഞെരിയാണി വരെ ഞരമ്പിലേക്ക് അദ്ദേഹത്തിന്റെ വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ടുണ്ട്, ഇതുവരെ ചെയ്തതിൽ നിങ്ങളുടേതാണ് വളരെ ക്ലിയർ ആയത്. അൽഹംദുലില്ലാഹ്, അത് അദ്ദേഹം വളരെ സന്തോഷിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1,43,000 രൂപ ബില്ലിട്ടു. എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറോട് പോയി പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് 5 മക്കളാണ്. എന്റെ ഭർത്താവ് അധ്വാനിച്ചിട്ട് വേണം ഇവരെ പോറ്റാൻ. അങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർക്ക് മയം വന്നു. എന്ന് മാത്രല്ല, ആ ഡോക്ടർ ഇൻഷൂറൊക്കെ നോക്കി അവസാനം അദ്ദേഹത്തിന് വെറും 23,000 രൂപ മാത്രമേ ബില്ലിട്ടിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. നേരെ മറിച്ച് 1,43,000 ഈ സാധുവായ മനുഷ്യൻ എങ്ങനെ ഒപ്പിക്കും? അദ്ദേഹത്തിന്റെ വിദേശയാത്ര നിന്നു. അദ്ദേഹത്തിന്റെ മൈഷത്തിന് വേണ്ടി ഒരു 600 രൂപ ദിവസവും കിട്ടുന്ന മില്ലിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ണീരൊലിച്ചത് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പഠിച്ചോനെ, ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ അല്ലാഹ്, ആഖിറത്തിലും ഹസനത്ത് തരണേ അല്ലാഹ്. ദുനിയാവിൽ നീ തരുന്ന ഹസനത്തെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പട്ടിണിയായി, പിന്നെ എല്ലാം കൊണ്ടും ഞങ്ങൾ തകരാറിലായി. അതുകൊണ്ട് ഹസനത്ത് തരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് 5 വക്ത് നിസ്കാരവും എല്ലാ പള്ളികളിലും പ്രാർത്ഥിക്കുന്നതല്ലേ. അവസാന ഘട്ടത്തിൽ നിങ്ങൾ നോക്കൂ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് നമ്മൾ എപ്പോഴും ചോദിച്ചു വാങ്ങേണ്ടതാണ്. ഇരിക്കട്ടെ, ആ സെഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നോക്കൂ, അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രയാണ് നൽകുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരുപാടുണ്ട്. അതിൽ ഒരു ചെലവുമില്ലാതെ, ഒരു അധ്വാനവുമില്ലാതെ ദുനിയാവിൽ ഫ്രീ ആയി നൽകുന്ന റഹ്മത്ത്, അത് ഓരോന്നും മഹാന്മാർ വിശദീകരിക്കുകയാണ്. സൂര്യന്റെ വെളിച്ചം, നമ്മൾ എന്തെങ്കിലും മാസത്തിൽ സൂര്യന്റെ വെളിച്ചം അനുഭവിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഓഫീസിൽ പോയി നമ്മൾ ബില്ലടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു ഫ്രീ ആയി അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിനെ വിശ്വസിക്കാത്തവർക്കും അതിന്റെ വെളിച്ചം നൽകുന്നു. ചന്ദ്രന്റെ നിലാവ് എത്ര മനോഹരമാണ്, അത് നമ്മൾ ആസ്വദിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നു. നക്ഷത്രത്തിന്റെ തിളക്കം, ആകാശത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ തിളക്കം കൊണ്ട് നമ്മൾ കുളിരണിയുകയാണ്. മഴ അള്ളാഹു ഫ്രീ ആയി നൽകുകയാണ്. ഇന്നലെ രാത്രിയിൽ നല്ല മഴ, അള്ളാഹു ഫ്രീ ആയി അവന്റെ റഹ്മത്ത് വർഷിക്കുകയാണ്. ഇത് പാവപ്പെട്ടവനും പണക്കാരനും വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും അവൻ നൽകുകയാണ്. മഴ പെയ്തതിന്റെ പേരിൽ, മഴവെള്ളം തന്നതിന്റെ പേരിൽ മാസത്തിൽ ഒരു വാട്ടർ അതോറിറ്റിയിലേക്കും നമ്മൾ പണം അടക്കുന്നില്ല. നേരെമറിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ, ആ പൈപ്പ് ലൈൻ KWA കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു ലൈന് വന്നാൽ മാസത്തിൽ അതിന് ബില്ലടക്കണം.
അള്ളാഹുവിന്റെ മഴക്ക് നമ്മൾ ഇന്നേ വരെ ബില്ലടച്ചിട്ടില്ല. അള്ളാഹു തരുന്ന വായു എത്ര വലിയ മനോഹരമാണ്. നമ്മൾ ശ്വസിക്കുന്നു, ആ വായുവല്ലേ നമ്മൾ ശ്വസിക്കുന്നത്. എന്നാൽ അതിനു വേണ്ടി നമ്മൾ ഒരു ബില്ലും അടച്ചിട്ടില്ലല്ലോ. എന്നാൽ അല്ലാഹു തആല ഈ വായു ഇവൻ ശ്വസിക്കണ്ട, ഇനി ഇവൻ ശ്വസിക്കേണ്ടത് ഇത്രയും കാലം അവൻ ശ്വസിച്ചില്ലേ, ഇനി കൃത്രിമ വായു വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടങ്ങേറായില്ലേ? പിന്നെ അതിന്റെ സിലിണ്ടർ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യണ്ടേ? ആ സിലിണ്ടറിന് പ്രത്യേക കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതില്ലേ? പിന്നെ നമ്മുടെ മൂക്കിലോ പ്രത്യേകമായ പൈപ്പ് വെക്കേണ്ടതില്ലേ? പിന്നെ നമുക്ക് സാധാരണ പോലെ ആള് കൂടുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. എത്രയാണ് അല്ലാഹു അനുഗ്രഹം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ മുഅ്മിനീങ്ങളെ? ഇന്നേ വരെ നമ്മൾ ശ്വസിച്ചതിന്റെ വായുവിന് ഓരോ സ്ഥലത്തും പോയി, ഒരു ഓഫീസിലും പോയി നമ്മൾ ഇന്നേ വരെ ബില്ലടച്ചിട്ടില്ലല്ലോ. ഇനിയും നോക്കൂ, അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ. മലവെള്ളം, നേരത്തെ പറഞ്ഞത് മഴവെള്ളമാണ്, മറ്റൊന്ന് മലവെള്ളമാണ്. മലവെള്ളം ഇങ്ങനെ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ഓഫീസിൽ പോയി നിങ്ങൾ ബില്ലടക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പുഴവെള്ളം നോക്കൂ, അതിനും ബില്ല് ഇന്നേ വരെ നമ്മൾ അടക്കുന്നില്ല. കടൽ വെള്ളം നോക്കൂ, അതിലും നമ്മൾ അല്ലാഹു നിശ്ചയിച്ച ഓരോ റഹ്മത്തിലും ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്രയാണ് അവൻ അനുഗ്രഹം ചെയ്യുന്നത്. അത് വിശ്വസിച്ചവർക്കും നൽകുന്നു, വിശ്വസിക്കാത്തവർക്കും നൽകുന്നു. അവനാണ് റഹ്മാനായ അല്ലാഹ്. ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നടത്തുകയാണ്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ഒരു മജൂസിയായ ഒരു അതിഥി വരികയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ തീയിനെ ആരാധിക്കുന്നവൻ, അവനാണല്ലോ മജൂസി. എന്തിനാണ് വന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ല സൽക്കാരപ്രിയനാണ്. വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു അതിഥി വന്നാൽ അവന് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് അവനെ സന്തോഷിച്ച് പറഞ്ഞേക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം അഥവാ മജൂസി വീട്ടിൽ വന്നിട്ട് മജൂസി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നതാണ്, എനിക്ക് എന്തെങ്കിലും തരണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ അടുക്കലുള്ള ഭക്ഷണം ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. തീയിനെ ആരാധിക്കുന്ന മജൂസിയായ നിങ്ങൾക്ക് ഞാൻ തരില്ല. അയാൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ആ മജൂസിയായ മനുഷ്യൻ മെല്ലെ മെല്ലെ നീങ്ങിപ്പോവുകയാണ്. നീങ്ങിപ്പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം നബിയേ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ അല്ലാഹു നിങ്ങളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ മജൂസിയായ മനുഷ്യനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. എന്ത് കാരണം? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറ്റൊരു ചോദ്യം, ആ മജൂസിയായ മനുഷ്യൻ 60 കൊല്ലം ഇവിടെ ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തവൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു ആണ്. അല്ലേ? അല്ലേ? അതെ ജിബ്രീലേ, അല്ലാഹു ആണ്. എന്നാൽ 60 കൊല്ലം നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ല ജിബ്രീലേ, ഇല്ല. എന്നാൽ അല്ലാഹുവിനെ ആരാധിക്കാതെ 60 കൊല്ലം ആ മജൂസിയായ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു തടസ്സവും നിൽക്കാത്തവനാണ് റഹ്മാനായ അല്ലാഹ്. എങ്കിൽ അല്ലയോ ഇബ്രാഹിം നബിയേ,
അദ്ദേഹം അല്ലാഹുവിനെ ആരാധിക്കാത്തവരാണെന്ന് അല്ലാഹുവിനെ അറിയാമല്ലോ. അല്ലാഹുവിനെ ആരാധിക്കാത്തതിന്റെ പേരിൽ ഒരു ദിവസം നിങ്ങൾ അയാളുടെ ഭക്ഷണം നിഷേധിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അയാൾ മരിച്ചു പോകുമോ? ഈ 60 കൊല്ലം പോറ്റിയ റബ്ബ് തന്നെ അദ്ദേഹത്തെ പോറ്റൂലേ? ഇബ്രാഹിം നബിയേ, ഈ ചോദ്യം കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാര്യം ബോധ്യപ്പെട്ടു. ആ മനുഷ്യനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. ദുനിയാവിൽ ഇങ്ങനെ ഒരാളെയും മടക്കി വിടാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ നിന്നും വേഗം പുറത്തേക്ക് ഓടിപ്പോയി. തെരഞ്ഞു പിടിക്കുന്നു. വഴിയോരത്ത് പോയി ആ മനുഷ്യനെ കിട്ടി. കൈ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, നിങ്ങളൊന്ന് എന്റെ വീട്ടിലേക്ക് വരണം, നല്ല ഭക്ഷണം തരാം. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. എന്തേ ഇബ്രാഹിം, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെ എന്തേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അഫ്വൻ അഫ്വൻ അഫ്വാ, എനിക്ക് മാപ്പ് തരണേ. എന്റെ അടുക്കൽ ഒന്ന് വന്നു പോയതാണ്, എന്റെ അടുക്കൽ സംഭവിച്ചു പോയതാണ്, എനിക്ക് മാപ്പാക്കണേ. ആ മനുഷ്യന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുന്നു, വയറ് നിറപ്പിക്കുന്നു. എന്നിട്ടോ പാതിരാത്രിയാണ്. ആ രാത്രി ഉറങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷം പിറ്റത്തെ ദിവസം അതേ രാവിലെയായപ്പോൾ മജൂസ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. മജൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നു, യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം നബിയെ, മുദ്ദയദൈക, അങ്ങയുടെ 2 കരങ്ങളും ഒന്ന് നീട്ടിത്തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ 2 കരങ്ങളും ഒന്ന് നീട്ടിക്കൊടുക്കുന്നു. ആ സമയത്ത് ആ മജൂസിയായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 കരങ്ങളും പിടിച്ചുകൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന ഇബ്രാഹീമ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇബ്രാഹിം നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിനെയല്ലാതെ വേറെ ഏത് റബ്ബിനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? കാരണം ലോകത്തിന് മുന്നിൽ ഒരു റബ്ബാണ് ഏറ്റവും നല്ല റബ്ബ്. അവന്റെ ശത്രുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവന്റെ മിത്രങ്ങളെ തിരുത്തുന്ന റബ്ബാണ് ഏറ്റവും നല്ല റബ്ബ്. ഞാൻ അല്ലാഹുവിന്റെ ശത്രുവാണ് നിങ്ങളുടെ ഭാഷയിൽ, കാരണം ഞാൻ ഒരു മജൂസിയല്ലേ. നിങ്ങളുടെ ഭാഷയിൽ ഞാൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. എനിക്ക് അന്നം നിഷേധിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ മിത്രമായ ഖലീലുള്ള എന്ന ഓമന പേരുള്ള അങ്ങയെ അല്ലാഹു തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആവാണ് ഏറ്റവും നല്ല റബ്ബ്. ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിലേക്ക് അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു മനുഷ്യനായി ആ മജൂസി മാറുന്നു. ഇതാണ് റഹ്മാനായ അല്ലാഹ്, അർഹമുർ റഹീമായ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനിന് തിളക്കം കൂട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റഹ്മാനെ. ഫഖീറന്മാരാക്കി ഞങ്ങളെ നീ നശിപ്പിക്കരുത് റഹ്മാനെ. ഇബാദത്തുകളിലെല്ലാം നല്ല ഉന്മേഷവും ആവേശവും തരണേ അല്ലാഹ്. എല്ലാവരും നിനക്ക് നിൽക്കണം. യാ അക്രമ ബൈത്ത് ചൊല്ലണം. ആ ബൈത്ത് ചൊല്ലുമ്പോൾ റബ്ബേ നിന്റെ അനുഗ്രഹം വർഷിപ്പിച്ചു തരണം. രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണം. എല്ലാവിധ നന്മകളും നീ ചൊരിഞ്ഞു തരണം എന്ന നിയത്തോടുകൂടി
വളരെ നല്ല ശബ്ദത്തിൽ എല്ലാവരും ചൊല്ലണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. يا أكرم الخلق ما لمن آلوا به سواك عند العلوم للحبيب العامين مولاي من أبدا بك خير كلهم ولن يبلغ رسول الله جاهك إذا الكريم مرتجى لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لنا الرحمة بحنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك فيه دارين إن له صبرا متى تدعوه الأحوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بردا لصاحب صلاة منك دائمة على النبي بمحل ومحل
صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عظمات الباني الصبا ومطرب العيسى للغيث بنامي مولاي صل دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي سلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي سلم دائما أبدا على حبيبك خير الخلق كلهم ഇന്നത്തെ ചായ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പേര് പറയേണ്ട ആരും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖ ഖബൂലാക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്ക് അതിന്റെ മിസ്ൽ അല്ലാഹു എത്തിച്ചു മാറാകട്ടെ ഒരു 10 ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നു അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
إله إلا الله. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا حمدا كثيرا طيبا مباركا فيه على كل حال. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين الله ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരണം അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം വീണ്ടും പുറത്തു മാപ്പാക്കി തരണം റഹ്മാനായ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇബാദത്തെടുക്കാർക്ക് നല്ല ഉന്മേഷം തരണേ റഹ്മാൻ. ഇബാദത്തുകളെ വഴിമുടക്കി ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പിശാചിന്റെ ശർറിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നല്ല ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ ഭാര്യമാരെ സ്വാലിഹീൻ ഞങ്ങൾ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഉസ്താദുമാർ അവരിൽ ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ അവർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കളിൽ ഉസ്താദുമാരിൽ ആരെല്ലാം ഹയാത്തിലുണ്ടോ അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തോടെ ആഫിയത്തുള്ള ദീർഘ ആയുസ്സ് തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന വിധത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന സമയത്ത് ആവശ്യമായ സാമ്പത്തിക ശേഷി നീ തരണേ അല്ലാഹ്. റബ്ബേ അനുഗ്രഹീതമായ നിന്റെ റഹ്മത്ത് വർഷിക്കുന്ന വീടുകളാൽ ഞങ്ങളുടെ വീടുകളൊക്കെ നീ മാറ്റി തരണേ അല്ലാഹ്. വീട് പണികളൊക്കെ നീ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. പാലിച്ച കടങ്ങളുണ്ട് എല്ലാം നീ വീട്ടി തരണേ റഹ്മാനെ. അവസാനം ഒരു രൂപ പോലും കടമില്ലാത്തവരായി മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. നിന്റെ ലിഖാഅ് കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണാക്കി ഞങ്ങളുടെ കണ്ണിൽ മാറ്റി തരണേ അല്ലാഹ്. അവിടുന്ന് പൊരുത്തമുള്ള നല്ല മുഅ്മിനീങ്ങളിൽ നല്ല ആബിദീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ ഈ സൗഭാഗ്യം തരണേ അല്ലാഹ്. ആഖിബത്തിന്റെ കേടുപാടുകൾ ഒരു പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആരെയും നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ആശീർവദിച്ച് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മലക്കുൽ മൗത്ത് അസ്റാഈൽ വരുന്ന സമയം റബ്ബേ നിന്റെ ബദറുഷഹദാക്കളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ കലിമത്തുൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على النبي والمرسلين